ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പാൻ കേക്കാണ്. അപ്പോൾ പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് മൈദ ചേർക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ടീസ്പൂണ് ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മൈദമാവൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റേരോ നമ്മളിവിടെ അടച്ചു വെക്കും. അതിനുശേഷം നമ്മൾ ഈ പാൻ കേക്കിന് ആവശ്യമായിട്ടുള്ള ഇതിൽ ചേർക്കാനുള്ള മിക്സ് റെഡിയാക്കാൻ പോവുകയാണ്. പാൻ കേക്കിൽ ചേർക്കാനുള്ള മിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിരുന്നത്. ഒരു കോഴിമുട്ട, ഒരു റോബസ്റ്റ് പഴം, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. അടുത്തതായിട്ട് നമ്മൾ കോഴിമുട്ട പൊട്ടിക്കാൻ പോവുകയാണ്. കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് നമ്മളത് ഒഴിച്ച് വെക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ മുട്ടയിൽ പഞ്ചസാര നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് ചേർക്കാനുള്ള നമ്മൾ നേരത്തെ റോബസ്റ്റ് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇടണം. അങ്ങനെ നമ്മൾ റോബസ്റ്റ് പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഇല്ലേ അതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാവ് ഇനി പരത്താൻ പോവാണ്. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ പരത്തുന്ന പോലെ ഇത് പരത്തിയെടുക്കണം. മൈദ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പാനിലേക്ക് വെക്കാൻ പോവാണ്. ചൂടായിട്ടുണ്ട്. നമ്മൾ മാവ് പരത്തി വെച്ചത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും പഴവും കൂടിയുള്ളത് ഇതിൻ്റെ നടുവിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് 4 ഭാഗത്തുനിന്നും കൂടി മടക്കി വെക്കണം. എന്നിട്ട് ഇത് പതുക്കെ വേവിച്ചെടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കണം. നല്ലോണം ഒരേപോലെ എല്ലാ ഭാഗവും എന്തായാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ.
നമ്മുടെ പാൻ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് സെർവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് തേനൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം, അല്ലാതെയും കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേനൊക്കെ ആഡ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.